റുഹ്ബാനും ഫിൽ ലൈൽ വഫുർസാനും ഫിൻ നഹാർ. രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രചോദനം നൽകുന്ന, ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രചോദനം പകർന്നു നൽകുന്ന നാഥന്റെ മുമ്പിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വഫുർസാനും ഫിൻ നഹാർ, പകലിന്റെ ഈ വെളിച്ചത്തിൽ ഭൂമിയിലൂടെ നടന്ന് ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ എന്ന ഘനമുള്ള ആശയത്തിന് ഈ ഭൂമിയിലൂടെ ജീവൻ വെപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒരു മുസ്ലിം യുവത, ഒരു മുസ്ലിം ചെറുപ്പം അവന്റെ ഉത്തരവാദിത്വ പൂർണ്ണതയിൽ ഒരു പ്രമേയത്തിൽ നിന്നുകൊണ്ട് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നതാണ് നമ്മുടെ ഒരു പതിവ്. ഇത് നേരെ ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സംഭവവികാസങ്ങളെ മുമ്പിൽ വെച്ച് എന്താണ് പറയാനുള്ളത്, അതിൻ്റെ നിലപാടെന്ത്, നയങ്ങളെന്ത് എന്ന് തുറന്ന് സംവദിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. നമുക്കറിയാം, അമീറിന്റെ സംസാരം ശ്രദ്ധിച്ചവർക്കറിയാൻ പറ്റും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രസ്ഥാനത്തിനെതിരെ, ഈ പ്രസ്ഥാനത്തെ നാട്ടക്കുറിയായി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം കുപ്രചാരണങ്ങൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അമീറിന്റെ സംസാരത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയും. സാധാരണഗതിയിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എവിടെ എത്തിയാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് അതിങ്ങനെ ഉറക്കിലും ഉണർച്ചയിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്ഥലകാല ബോധം മറന്ന് അതിങ്ങനെ വാവിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഉള്ളിൽ പകയായി, ഉള്ളിൽ ഒരു തരത്തിലുള്ള വിദ്വേഷമായി, ഉള്ളിലൊരു തരത്തിലുള്ള വെറുപ്പായി ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച, ഈ പ്രസ്ഥാനത്തിന്റെ ജനസ്വാധീനം, ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദങ്ങൾ, ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ, അതിനൊക്കെ വലിയ അപകടമായ സ്വഭാവത്തിൽ വിശദീകരിക്കുക എന്നുള്ളത് ഉള്ളിൽ കിടന്നിങ്ങനെ തളച്ച് മറയുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമോഫോബിയ, ജമാഅത്തെ ഇസ്ലാമി, സാധാരണഗതിയിൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഒറ്റക്കൊരു വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ നമ്മൾ ഞെട്ടി ഉണർന്നിട്ടാകെ ബേജാറാവും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം ഈ അടുത്ത് നിയമസഭയിൽ ഒരു കമന്റ് പാസ്സാക്കി. നിങ്ങൾ പല വിധത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ്, എന്നെ കാണാൻ വരുന്നവർക്ക് ഞാൻ മുഖം കൊടുക്കും, എന്നെ കാണാൻ വരുന്നവർക്ക് ഞാൻ സമയം കൊടുക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ പല ആളുകളും, പ്രതിപക്ഷത്തിലെ ജനപ്രതിനിധികൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ അന്ന് പാർട്ടി സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ ഒരു സമയത്ത് എൻ്റെ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ കയറി വന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ കയറി വന്നപ്പം അവരുടെ കൂട്ടത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷവിഭാഗം എന്ന നിലക്ക് സോളിഡാരിറ്റിയുമുണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞ്, ഇത് സോളിഡാരിറ്റിയുടേതാണ്, ഇത് സോളിഡാരിറ്റിക്കാരാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ഉടനടി ഒരു കമന്റ്, ഈ സോളിഡാരിറ്റിക്കാരല്ലേ സാമൂഹ്യ വിരുദ്ധർ, സോളിഡാരിറ്റിക്കാരല്ലേ ഈ സാമൂഹ്യ വിരുദ്ധർ. നോക്കണം നിങ്ങൾ ഇതിന്റെ ഒരു അപകടം എത്രയാണ് പതിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? കേരളത്തിന്റെ അങ്ങാടിയിലെ ഈ അങ്ങാടിയിലൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പം അതും ഇതും പറയുന്ന ആളുകളെ കാണും. ഒരു രാജ്യം ഭരിക്കുന്ന, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പം ആ പരാമർശത്തിന്റെ പിന്നുള്ളതെന്താ? ഇവരല്ലേ സോളിഡാരിറ്റിക്കാരല്ലേ സാമൂഹ്യ വിരുദ്ധർ? എന്താണ് ഈ പറഞ്ഞതിനർത്ഥം?
നമ്മൾ അറിയണം, നമ്മുടെ കൂട്ടത്തിലെ ഒരു കൊച്ചുകുട്ടിയോട് നമ്മളെ കൂട്ടത്തിൽ മോനെ നിനക്ക് കൊടിസുനിനറിയോ, മോനെ നിനക്ക് കിർമാനി മനോജിനറിയോ, മോനെ നിനക്ക് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ TP ചന്ദ്രശേഖരന്റെ വധമറിയോ, മോനെ നിനക്ക് മാഷാള്ള സ്റ്റിക്കർ അറിയുമോ എന്ന് ഒരല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. കൊടിസുനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കിർമാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആരാ കേരളത്തിന്റെ കൊടിസുനി, ആരാ കേരളത്തിന്റെ കിർമാനി മനോജ്? നമുക്കറിയാൻ പറ്റുമല്ലോ. ഇവര് പാർട്ടി സഖാക്കള് വളർത്തിക്കൊണ്ടിരിക്കുന്ന, അടുത്തതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അവര് പാലൂട്ടിക്കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ക്രിമിനൽ സംഘത്തിന്റെ നായകന്മാർ. ആരാ ഇവിടുത്തെ സാമൂഹ്യ ദ്രോഹികൾ? ആരാ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ? നിങ്ങൾ ആലോചിക്കണം, ഒരു സാമൂഹ്യ വിരുദ്ധർ എന്നുള്ള ഒരു പരാമർശത്തിൽ സോളിഡാരിറ്റിയാണ് മുഖ്യമന്ത്രി അതിൽ ഉന്നമിട്ടത് എങ്കിൽ, സോളിഡാരിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ത് എന്നും കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കണ്ടേ? മുഖ്യമന്ത്രി കേരളത്തോട് വ്യക്തമാക്കണ്ടേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ, കയറി വന്ന ഒരു അതിഥികളെ മാനം കെടുത്തി തിരിച്ചയക്കുന്നത് പോലെ ഒരു സാമൂഹ്യ വിരുദ്ധരല്ലേ ഇവര് എന്നുള്ള പരാമർശം അല്പം അപകടമുണ്ട് എന്ന് തന്നെയാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, മാഫിയ സംഘത്തെ വളർത്തുന്നത് ആരാ? കേരളത്തിൽ നമുക്കറിയാം, ഒരു സാമൂഹ്യ വിരുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇവിടുത്തെ പ്രകൃതിക്ക്, ഇവിടുത്തെ സമൂഹ തലത്തില്, ഇവിടുത്തെ രാഷ്ട്രീയ മണ്ണിൽ, ഇവിടുത്തെ സാംസ്കാരിക തലത്തിൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയാണ് അതിന്റെ സാമൂഹ്യ വിരുദ്ധർ, രാഷ്ട്രീയ വിരുദ്ധർ, സാംസ്കാരിക വിരുദ്ധർ എന്ന് നമ്മൾ പരാമർശിക്കാറുള്ളത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ വിരുദ്ധർ എന്നുള്ള ഒരു പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾക്കറിയുമോ, തൃശ്ശൂർ ജില്ലയിലെ ഒരു വിക്ടോറിയ ക്യാമ്പസ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിൽ അറിയപ്പെട്ട പല ക്യാമ്പസുകളുണ്ട്. പാലക്കാട് വിക്ടോറിയ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലും പല വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പം ജൂൺ 1-നാണല്ലോ സ്കൂൾ തുറക്കുക, ജൂൺ 1-നാണല്ലോ ക്യാമ്പസ് തുറക്കുക. ഈ ക്യാമ്പസ് തുറക്കുമ്പം കലാലയത്തിന്റെ മുന്നിൽ അവരിങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു, എല്ലാവിധ ഉദാര ലൈംഗികവാദികൾക്കും വെൽക്കം. ഇവിടത്തെ അങ്ങനെ ഒരു ആൺപെൺ വ്യത്യാസമില്ല. നമ്മുടെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ, അതിന്റെ ഒരു സൈദ്ധാന്തികമായ അപ്പുറം നടന്നു കഴിഞ്ഞാൽ, ഈ ക്യാമ്പസിന്റെ അകത്തളം എന്ന് പറയുന്നത് ഏതൊരാൾക്കും സർവ്വസ്വതന്ത്രമായിട്ട് നടക്കുവാനും, ഏതൊരാൾക്കും അതിന്റെ ഉദാരമായ ലൈംഗികമായ കേൾവികളും ആവിഷ്കാരങ്ങളും നടത്തുവാനും ഒക്കെ പറ്റുന്നൊരു ഇടം എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് ആരാണ് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത്? സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് കേരള വർമ്മയില് ഈ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും വളർന്നുകൊണ്ടിരിക്കുന്ന SFIയുടെ ഗുണ്ടകൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ പല അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, സ്വസ്ഥതയോട് കൂടിയിട്ട് ഒരു പ്രദേശം, ഒരു നാട് പോയിക്കൊണ്ടിരിക്കുമ്പം ആ നാടിന്റെ സ്വസ്ഥത, ആ നാടിന്റെ സാമൂഹ്യ സ്വസ്ഥത, ആ നാടിന്റെ ഒരു സ്വസ്ഥത കെടുത്താൻ വേണ്ടി ഹിന്ദു മുസൽമാനും ക്രിസ്തവരുമായിട്ടുള്ള നമ്മുടെ ഒരു മതേതരത്വത്തിന്റെ ഒരു സ്വപ്നം പേറിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ, അങ്ങനത്തെ ഒരു പ്രദേശത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നറുക്കുണ്ട്. ആ നറുക്കെന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെലവായി പോകുന്ന ആളുകൾ വിശ്വസിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു നറുക്കുണ്ട്. ആ നറുക്കെന്താ? ഇവിടുത്തെ ഒരു സാമൂഹിക മതസ്പർദ്ധയെ തകർക്കാൻ പറ്റും. മതസ്പർദ്ധ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? സാമൂഹികമായ സ്വസ്ഥം എങ്ങനെ നമുക്ക് നശിപ്പിച്ചെടുക്കാൻ പറ്റും? അതുകൊണ്ട് മുല്ലപ്പള്ളി കൈപ്പത്തിയിൽ മത്സരിച്ചപ്പം പ്രശ്നമില്ല. അതുപോലെ തന്നെ മുരളീധരൻ കൈപ്പത്തിയിൽ മത്സരിച്ചപ്പം പ്രശ്നമില്ല. സാക്ഷാൽ പാലക്കാട്ടുകാരനായ ഷാഫി വന്നിട്ട് വടകരയിൽ വന്നിട്ട് കൈപ്പത്തിയിൽ മത്സരിച്ചപ്പം അവിടുത്തെ ഒരു സാമൂഹ്യ സ്വസ്ഥത്തിന് അപകടം വരുത്താൻ പറ്റുന്ന ഒരു പ്രസ്താവന, ആ പ്രസ്താവനയുടെ അരുകി പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ കണ്ട കാഫിർ സ്ക്രീൻഷോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരാരാ? ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാം ചോദിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ CPM-ഉം സഖാവ് പിണറായിയും ഗോവിന്ദൻ മാഷും നിരന്തരം തന്നെ വാവിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു ഇസ്ലാമോഫോബിയ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പെട്ടെന്ന് ചെലവാകും. TP 51 വെട്ടിയിട്ട് ഇതിന്റെ കേസിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം? അതുകൊണ്ട് നമുക്ക് അവരുപയോഗിച്ച വാഹനത്തിന് മാഷാ അല്ലാഹ് സ്റ്റിക്കർ പതിച്ചാൽ മതി. ഇത് എവിടെ നിന്ന് വരുന്നതാ? ഞാൻ അതാ പറഞ്ഞത്, ഇത് സ്വാഭാവികതയിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞ ഇസ്ലാമിൽ വിരുദ്ധമാണ് എന്ന് അവര് തന്നെ സ്വാഭാവികതയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്
നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം. അമീറിന്റെ സംസാരത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. അമീർ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടത്തെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് ഒന്നുണ്ട്. ആ സമൂഹത്തിന് പല ജാതികളുണ്ട്, പല മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക് പല ദർശനങ്ങളുണ്ട്, പല കാഴ്ചപ്പാടുകളുണ്ട്. ആ മതം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരാൾക്കും തങ്ങളുടെ ആശയം പ്രബോധനം ചെയ്യാനും ഏതൊരാൾക്കും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണും ഒരു നാടുമാണ് നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് നമ്മളറിയാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ. നമുക്കറിയാൻ പറ്റുമല്ലോ. ഇവിടത്തെ ഏറ്റവും കൂടുതൽ നവനാസ്തികവാദം ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടുന്ന് പലപ്പോഴും ഉദാര ലൈംഗികവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ലിബറലിസം അതിൻ്റെതായ എല്ലാ അതിരുകളും കടന്നുപോയിക്കൊണ്ട് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ തന്നെ അതിവേഗം മാരകമായ സ്വഭാവത്തിൽ ലിബറൽ ആശയങ്ങൾ നമ്മുടെ കുട്ടികളെ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ മതമില്ലാത്ത ജീവൻ നമ്മൾ കണ്ടതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഇവരാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ തുറന്നു പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം പടർത്തുന്നതിൽ മുഖ്യ പങ്കും നമ്മൾ ചിലപ്പോൾ ചില സംസാരങ്ങൾ കേൾക്കുമ്പം, ചില ഹെഡിങ്ങുകൾ പത്രത്തിൽ വായിക്കുമ്പം, ചില ഹെഡിങ്ങുകൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലേക്ക് വാർത്തകൾ വരുമ്പം ആ ഹെഡിങ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതേതാ വത്സൻ തില്ലങ്കരിയുടെ പ്രസ്താവനയാണ് എന്ന്, ഇതേതാ അല്ലെങ്കിൽ BJPയുടെയോ RSSന്റെയോ ഏതെങ്കിലും ടീച്ചറുടെ പ്രസ്താവനയാണ് എന്ന്. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഇത് മാഷിന്റെ പ്രസ്താവനയാണെന്ന് മനസ്സിലാകുക. നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് കോഴിക്കോട്ട് നിന്ന പ്രസ്താവനയാണെന്ന് മനസ്സിലാവുക. നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഇത് അവിടെ നിന്ന് അങ്ങോട്ട്. ഞാൻ ചെറിയ ഉദാഹരണം നേരത്തെ പറഞ്ഞു. നമുക്കറിയാം, വയനാടിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗികമായ ഫ്ലാഗ് പാറി ആ ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്തിയപ്പം നേരെ വന്നുകൊണ്ട് പ്രചരിപ്പിച്ചു അവിടെ പാകിസ്ഥാന്റെ പതാക ഉയർത്തിക്കൊണ്ടാണ് പ്രചരണം നടക്കുന്നത് എന്ന്. ആരാ പറഞ്ഞത്? വത്സൻ തില്ലങ്കരി അല്ല. ആരാ പറഞ്ഞത്? മലപ്പുറത്തെ കുറിച്ച്, അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കുറിച്ച്, പാനായിക്കുളത്തെ കുറിച്ച്, ഈരാറ്റുപേട്ടയെ കുറിച്ച്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ കുറിച്ച്, ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം കർത്തൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടും സംശയത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ? അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും വത്സൻ തില്ലങ്കരിമാരല്ല. തില്ലങ്കരിമാരെക്കാൾ ഡോസ് കൂടിയ വിധത്തിൽ സ്വാഭാവികമായി കൊണ്ട് അതിൻ്റെ ഇടയിൽ വിഭേജനം ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത് തുറന്നു പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഈ സമൂഹത്തോട് ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല ഒരു നീതിപൂർവമായ ഒരു ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, സോളിഡാരിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, സോളിഡാരിറ്റി നിങ്ങൾക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയെ നമുക്കറിയാം. കഴിഞ്ഞ 2003 മുതൽ 2025 വരെയുള്ള 22 വർഷക്കാലം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ, കേരളത്തിന്റെ സാംസ്കാരിക മണ്ണിൽ, കേരളത്തിന്റെ സാമൂഹ്യ തലത്തിൽ സോളിഡാരിറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. നിങ്ങൾക്കറിയാം, സോളിഡാരിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടമുണ്ട്. സോളിഡാരിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയ ഭൂമികയുണ്ട്. ആ ആശയം എന്ന് പറയുന്നത്, ആ ഭൂമിക എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂമികയാണ്. ഇവിടെ തടിച്ചപ്പുറത്തപ്പെട്ട മർദ്ദിതരായ പീഡിത ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സോളിഡാരിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹ്യ ദൗത്യമാണ്. നിങ്ങൾക്കറിയുമോ, വികസനത്തിന്റെ പേരിൽ ഇവിടുന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം, ഇവിടുന്ന് അനിവാര്യമായും കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം, ഞങ്ങളുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൂരകൾ പോലും തകർക്കപ്പെട്ട് സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്ന് പിന്നോക്കിലേക്ക് വലിച്ചെറിഞ്ഞൊരു വിഭാഗം, ആ വിഭാഗത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇരകളോടൊപ്പം നിൽക്കുക എന്ന സാമൂഹ്യ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ ഖിർജ്നാ മിൻ ആദിഹിൽ ഖറിയത്തിൽ ളാലിം. സോളിഡാരിറ്റി അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം, മർദ്ദിതരോടൊപ്പം, അതുപോലെ തന്നെ പ്രയാസങ്ങളും സാമൂഹികമായ ഉന്നമനത്തിൽ നിന്ന് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഘം എന്ന നിലക്ക് അതിജീവനത്തിന് വേണ്ടി ഇസ്സത്തുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിജീവന ശേഷിയുള്ള ഒരു കൂട്ടർ. സോളിഡാരിറ്റി അങ്ങനെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. സാമൂഹ്യ പുനർനിർമ്മാണത്തിനു വേണ്ടി ഈ സമൂഹത്തോട് മൗലികമായ ചില ചോദ്യങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ
മൗലികമായ ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തിന്റെ നേരെ ഉയർന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഏതൊരാൾക്കും പരിചിതമായ ഒരു പേരാണ് പരപ്പനങ്ങാടിയിലെ സഖരിയ എന്ന് പറയുന്നത്. തന്റെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടോട്ടിയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് അന്യായമായി കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 17 വർഷമായി കൊണ്ട് പരപ്പന അഗ്രഹാര ജയിലിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിക്കൊണ്ട് തന്റെ 19ാമത്തെ വയസ്സിൽ അങ്ങനെ പിടികൂടപ്പെട്ടുകൊണ്ട് അഗ്രഹാര ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ കേരളത്തിന്റെ മണ്ണിൽ പരിചയപ്പെടുത്തുന്നതിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. UAPA ചാർത്തപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരോടൊപ്പം യുവാക്കളോടൊപ്പം അവരുടെ ശബ്ദമായി എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമല്ലോ, ഈ നാടും ഈ പ്രദേശവും പലവിധത്തിൽ ഇസ്ലാമോഫോബിയായ ഒരു തലത്തിൽ പലവിധത്തിലും കുപ്രചാരണങ്ങൾ അയച്ചു വിട്ടപ്പം ഇതിനെ മുഴുവൻ തടുത്തു നിർത്തുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ദർശനത്തെ തന്നെ ഈ ലോകത്തിന് പരിചയപ്പെടുക്കൊടുക്കുന്ന ഒരു ദർശനത്തെ അതിഗംഭീരമായി ഇസ്സത്തോടുകൂടി സമൂഹ മധ്യത്തിൽ നിലയുറപ്പിക്കുന്നിടത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പലരും വിമർശിക്കാറുണ്ട്, മതരാഷ്ട്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മതരാഷ്ട്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വയലഅൻഹും മിസ്റഹും വൽഅഗ്ലാൽ ലത്തി കാനത് അലൈഹിം. മനുഷ്യരെ മുഴുവൻ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെങ്ങലക്കെട്ടുകളിൽ നിന്ന്, ആ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് മനുഷ്യർ മോചനം നേടിക്കൊടുക്കുന്നിടത്ത്, അതുപോലെ തന്നെ അവരുടെ മുതുകുകളിൽ പേറി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട്, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നിടത്ത്, അതാണ് പ്രവാചക ദൗത്യമെങ്കിൽ ആ ദൗത്യത്തെ ഈ പുതിയ കാലഘട്ടത്തിലും ഇസ്സത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഒരു യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്നുള്ളത്. ഞാൻ ഇതെന്തെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം കൂടി അറിയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ചോർന്നു പോവാത്ത വിധത്തിൽ കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്കിടയിൽ അതേ ആവേശത്തോടുകൂടി അതേ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെ നിങ്ങൾ പേടിപ്പിക്കുവാനും കുപ്രചാരണങ്ങൾ അയച്ചു വിട്ടുപോകുവാനും തോൽപ്പിച്ചു കളയുവാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സോളിഡാരിറ്റി കടന്നു വന്നിട്ടുള്ളത് എന്നതും കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം. വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മരത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എറിയുന്നവനും ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പലപ്പോഴും ഇസ്രാ മിഅ്റാജ് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു മാസമായിക്കൊണ്ട് പല വിധത്തിൽ പല ആചാരങ്ങളും അതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഏണി എന്നാണ് അതിന്റെ അർത്ഥം. ഏണി കയറിപ്പോകുന്ന ഒന്നാണ് എന്നർത്ഥം. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് നമ്മൾ ഏണി വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മിഅ്റാജ് വെച്ചു കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം, നിങ്ങൾ ഇതിന്റെ ഹെഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മതരാഷ്ട്രവാദം, ഫാഷിസം, ഇസ്ലാമോഫോബിയ. ഫാഷിസത്തിനെതിരെ, ഫാസിസ്റ്റ് വിരുദ്ധമായി കൊണ്ട് ആരോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റുമോ അങ്ങനെ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയത്ത് എല്ലാവിധ വിഭാഗീയതകളും മറന്നുകൊണ്ട് ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളായി കണ്ടുകൊണ്ട് ചേർന്ന് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് ശക്തി പകരേണ്ടുന്ന ഈ സമകാലിക രാഷ്ട്രീയ ഭൂമിയിൽ ഇതിനെതിരെ ഇവർക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏണി വെച്ചു കൊടുക്കുന്ന ഏർപ്പാടിലേക്ക് ചില മതസംഘടനകൾ പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലും കൂടിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വേദിയിരിക്കെ തന്നെ ഞാൻ പറയുന്നത്, ബൈത്തുൽ സക്കാത്ത് കേരളയെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിട്ടു. എന്റെ പ്രിയപ്പെട്ടവർ, ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ അറിയണം, ബൈത്തുൽ സക്കാത്ത് കേരള ഒരു തുറന്ന അധ്യായമാണ്. നിങ്ങൾക്ക് കയറി വരാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. അതിൽ നൽകപ്പെടുന്ന ഏതോ ഒരു നയാ പൈസയും അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സാമൂഹ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് വളരെ അന്തസ്സോടുകൂടി നിലയുറപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ബൈത്തുൽ സക്കാത്ത് കേരള എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ഒരു മതസംഘടനയുടെ ഭാഗത്ത് നിന്ന് നിലപാട് പേജിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. എന്ത് ബൈത്തുൽ സക്കാത്ത്, എന്ത് സംഘടിത സക്കാത്ത്? നിങ്ങൾക്കറിയുമോ,
നമസ്കരിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നത് പോലെ, ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജ് ഹൗസ് ഒരുക്കിയതുപോലെ, സക്കാത്ത് കുടുംബത്തിന് വേണ്ടിയിട്ടും ആളുകളിൽ നിന്ന് ഇണയുള്ള ഐശ്വര്യമുള്ള സാമ്പത്തികമായി കൊണ്ട് സ്വാധീനവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഐശ്വര്യവും ഒക്കെ വന്നു ചേർന്ന ആളുകളിൽ നിന്ന് അവരുടെ സക്കാത്തിന്റെ വിഹിതം ഏറ്റുവാങ്ങി ഇവിടുത്തെ പാവങ്ങൾക്ക്, മനുഷ്യർക്ക്, അതുപോലെ തന്നെ അഗതികൾക്ക്, വഴിപോക്കരായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, മർദ്ദിതർക്ക് നൽകുന്ന ഒരു ഇസ്ലാമിന്റെ അതിസുന്ദരമായ ഒരു സാമൂഹ്യ ദാരിദ്ര്യ നിർമാർജന കൺസെപ്റ്റിന് എന്തിനാണ് പ്രിയപ്പെട്ടവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പറ്റും, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ, 40 വയസ്സിന്റെ താഴെയും ഇപ്പോൾ പല രംഗത്തും, പ്രത്യേകിച്ച് പുതിയ കാല മേഖലയിൽ, IT മേഖലയിലും പ്രൊഫഷണൽ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ അധ്വാനിച്ചതിന്റെ ഫലമായി കൊണ്ട് ഞങ്ങളിതാ സക്കാത്ത് നൽകാൻ അർഹരായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന 45 വയസ്സിന് താഴെയുള്ള ഒരു പുതിയ കാലഘട്ടത്തിലെ തലമുറ ഈ രാജ്യത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ടും മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടും ഇസ്സത്തോടുകൂടി തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പം അതിനെതിരെ വടികൊടുക്കുന്ന ഏർപ്പാട്, ഇവിടുത്തെ വിമർശകർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നതാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവര്, എന്നെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ വിമർശകരിൽ നല്ല പഠിക്കേണ്ടത് ഇതിന്റെ പ്രവർത്തനം തുറന്ന പുസ്തകം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ അന്തസ്സോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, വിമർശിക്കുന്നതിനനുസരിച്ച് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷവിഭാഗവുമാണ്. നിങ്ങൾ എന്നു മുതൽ വിമർശിച്ചോ? എത്ര പേജുകളും താളുകളും സ്റ്റേജുകളും ഇതിനെതിരെ നിങ്ങൾ വിമർശനം നിങ്ങൾ മുഴക്കിയോ? അതിനനുസരിച്ചുകൊണ്ട് വളർന്ന് പന്തലിച്ച് ഇതിന്റെ ഫലം മുഴുവൻ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദർശനം, ആ ദർശനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ദർശനത്തിന്റെ പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തീരുമാനിക്കാം. നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ഉറപ്പിക്കാം, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെയും സോളിഡാരിറ്റിയും നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരോട് ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഭൗതികമായി കൊണ്ടുള്ള താല്പര്യങ്ങളുടെ പേരിലല്ല ഈ സംഘത്തിൽ നമ്മൾ അണിനിരന്നിട്ടുള്ളത്. കൊച്ചു സംഘമേ നമ്മളുള്ളൂ, എണ്ണത്തിൽ കുറഞ്ഞ സംഘമേ നമ്മളുള്ളൂ. പക്ഷേ നമ്മൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ, നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് ഇവിടുത്തെ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ആശയ പ്രചാരണ രംഗത്ത് അതിവേഗം മുന്നോട്ട് പോകുവാൻ, ഈ വിമർശനങ്ങളെ നേരിടുമ്പോഴും ധീരതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. റുഹ്ബാനും ഫിൽ ലൈൽ വഫുർസാനും ഫിൻ നഹാർ. രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രചോദനം നൽകുന്ന, ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രചോദനം പകർന്നു നൽകുന്ന നാഥന്റെ മുമ്പിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വഫുർസാനും ഫിൻ നഹാർ, പകലിന്റെ ഈ വെളിച്ചത്തിൽ ഭൂമിയിലൂടെ നടന്ന് ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ എന്ന ഘനമുള്ള ആശയത്തിന് ഈ ഭൂമിയിലൂടെ ജീവൻ വെപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒരു മുസ്ലിം യുവത, ഒരു മുസ്ലിം ചെറുപ്പം അവന്റെ ദൗത്യവാദിത്വ പൂർണ്ണതയിൽ അവന് പങ്കെടുത്തു എന്ന് അഭിരമിക്കാനും അവകാശപ്പെടാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ദൗത്യം ഭാരിച്ചതാണ്. നിരാശ വെടിയുക, അതുപോലെ തന്നെ വിമർശനങ്ങള് നിങ്ങൾ തട്ടിയകറ്റുക. നമുക്ക് പ്രചോദനം ഗസ്സ തന്നെയാണ്. തോൽക്കാത്തൊരു കൂട്ടരുണ്ട് ലോകത്ത്. ഏത് ഭീമ്പുകൾക്ക് മുമ്പിലും അടിപതറാത്ത ഒരു സംഘമുണ്ടെങ്കിൽ ഗസ്സ നമുക്കതിന്റെ മുന്നിൽ തെളിവ് തന്നെയാണ്. ഗസ്സയിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഗസ്സയുടെ മുമ്പിൽ അതിജീവനത്തിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുപാടിയിട്ടും ആഘോഷിച്ചിട്ടും മിഠായി വിതരണം നടത്തിയിട്ടും അവരുടെ അതിജീവനത്തിന്റെ വഴിയിലാണ്. അവരോട് ചേർന്ന് നിൽക്കണം. എങ്ങനെയാ ചേർന്ന് നിൽക്കുക? അവരുടെ പോരാട്ടത്തോടൊപ്പം ഇതാ ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ മണ്ണിൽ ഇത് പ്രചോദനമായി സ്വീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ വിപ്ലവ വിമോചന പ്രസ്ഥാനം, വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ദർശനത്തെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചെറുപ്പമായി കൊണ്ട് ഉജ്ജ്വലമായി വെട്ടിത്തിളച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. ഇസ്ലാമോഫോബിയ അന്തരീക്ഷത്തിൽ
അടിപതറാതിരിക്കാൻ നമ്മൾ കൽപ്പുണ്ടാവണം. ഈമാനികമായ ശക്തിയോട് കൂടിയിട്ട് അതിനെ നമ്മൾ നേരിടണം. നിങ്ങൾ നല്ല മുസ്ലിമാനാണെങ്കിൽ, നിങ്ങൾ നമസ്കരിക്കുന്നവനാണെങ്കിൽ, നിങ്ങൾ സക്കാത്ത് നൽകുന്നവനാണെങ്കിൽ, നിങ്ങൾ ആരാധനയിൽ നിഷ്ഠന പുലർത്തുന്നവനാണെങ്കിൽ, സാമൂഹ്യ ദൗത്യവുമായി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ വിമർശനങ്ങൾ വരും, കൂരമ്പങ്ങൾ അയച്ചുവിടും, നിങ്ങളുടെ മുമ്പിൽ മർദ്ദനങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സാമൂഹ്യ ഉള്ളടക്കമുള്ള ഈ ദീനിനെയും, ഏറ്റവും നനവുള്ള ഈ ദീനിനെയും, മനുഷ്യർക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ എളുപ്പത്തിൽ സ്വീകാര്യമാക്കുന്ന അള്ളാഹുവിന്റെ മനുഷ്യർക്ക് അവതരിക്കപ്പെട്ട ഈ ദീനിനെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, അന്തസ്സോടുകൂടി ജീവിക്കുക. അങ്ങനെ ഈ പുതിയ കാലവും പുതിയ ഭൂമിയെയും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.